അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. വിവിധ കക്ഷികൾക്ക് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയാണ്. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വീണ്ടും ഒരു ദിവസം നിശ്ചയിക്കും. എന്തായാലും ഇതിനിടയിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. ഈ കാലതാമസം ഉണ്ടായി അതിജീവിതയ്ക്ക് ഈ പരാതി നൽകുന്നതിൽ ഇക്കാര്യം കോടതി പരിഗണിച്ചു. പക്ഷേ അതേ സമയത്ത് തന്നെ 8 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇത്. അതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ നടി സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ചതാണ്. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ട് സർക്കാരിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽ ഇക്കാര്യം വന്നില്ല എന്ന അതിപ്രധാനമായ ഒരു കാര്യം കൂടി സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് സർക്കാരിന് അങ്ങനെ നേരിട്ട് കേസെടുക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എന്ന് വാദം വന്നുവെങ്കിലും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവല്ലോ എന്നുള്ള മറുചോദ്യം സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. അതായത് 8 വർഷം എന്തെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യവും സുപ്രീം കോടതി ചോദിച്ചു. അഡ്വക്കേറ്റ് ടി ബി മിനി ചേരുകയാണ്. ശ്രീമതി ടി ബി മിനി, ഇതൊരു താൽക്കാലിക ആശ്വാസം എന്നാണോ, ഈ സിദ്ദിഖിനൊരു താൽക്കാലികമായിട്ട് രക്ഷപ്പെടൽ ഉണ്ടായി എന്നാണോ താങ്കൾ കരുതുന്നത്? 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? അത് സിദ്ദിഖ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം അറസ്റ്റ് തടഞ്ഞാലും പിന്നീട് അന്വേഷണവുമായി സഹകരിച്ച് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ആന്റിസിപ്പേറ്ററി ബെയില് കണക്കാക്കപ്പെടും, ബെയില് അനുവദിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇതിൽ ഇത്ര ദിവസം സർക്കാരിന് വേണമെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് കൊടുത്തതാണ് SIT ചെയ്തത്. അതായത് ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള ചോദ്യമൊന്നും പ്രസക്തമല്ല. ഈ 2 ആഴ്ചത്തേക്ക് തടഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ സിദ്ദിഖ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അഭിഭാഷകന് കോടതിയിൽ ഉന്നയിക്കുവാനുള്ള അവസരമുണ്ടായി ഇല്ലേ ശ്രീമതി ടി ബി മിനി? അതെ, ഇനിയിപ്പോ അത് മുൻകൂർ ജാമ്യം പോലെ തന്നെ അത് കണക്കാക്കപ്പെടും. അത് 2 ആഴ്ചത്തേക്ക് സിദ്ദിഖ് അന്വേഷണ സംഘവുമായി സഹകരിച്ചു കഴിഞ്ഞാൽ കോടതി പിന്നെ ആ ജാമ്യം കൺഫേം ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഈ കാലതാമസത്തിന്റെ കാര്യം ക്യാൻസൽ ചെയ്യണ വിഷയം ഉണ്ടാവില്ല. കാലതാമസത്തിന്റെ കാര്യം സുപ്രീം കോടതിയും ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി പക്ഷേ സുപ്രീം കോടതിയുടെ വിധി തന്നെ ഉദ്ധരിച്ചുകൊണ്ടല്ലേ ഒരു പ്രധാനപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി പറഞ്ഞത്? ഡിസ്ക്രിപ്ഷനാണല്ലോ, കോടതികളുടെ ഡിസ്ക്രിപ്ഷനാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ തൽക്കാലം അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴും സിദ്ദിഖിനെ സംബന്ധിച്ച് ആശ്വാസമുണ്ട്. നമുക്കറിയാം സിദ്ദിഖ് ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്നു, അന്വേഷണ സംഘവുമായി ധാരണ എത്തിച്ച് തന്നെയാണ് നിന്നിരുന്നതെന്നല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ ആയിരുന്നില്ലല്ലോ. സിദ്ദിഖിനെ തേടി പോകുന്നു, സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നു, ഇതൊക്കെ വെറുതെ വേഷം കെട്ടൽ മാത്രമായിരുന്നു എന്നാണോ? ഇല്ലാത്ത സ്ഥലങ്ങൾ പോയി തേടി പോയിട്ട് കാര്യമില്ലല്ലോ, ഉള്ള സ്ഥലത്ത് പോയി തേടണ്ടേ. അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു പ്രത്യേക അന്വേഷണ സംഘം അല്ലേ? എന്തായാലും അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്ന ഇക്കാര്യത്തിൽ സിദ്ദിഖിന് ഒരു രക്ഷപ്പെടൽ തന്നെയാണെന്നാണ്. കാരണം ഇനി അങ്ങോട്ട് കോടതിയിൽ രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതായത് വിചാരണ കോടതിയുടെ കോർട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിചാരണ കോടതിക്ക് കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൺഫേം ചെയ്യപ്പെടും. അത് പിന്നെ അതൊന്നും ക്യാൻസൽ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ശരി, നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി. അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മുൻപും ഇത്തരം കേസുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അറസ്റ്റ് ഒരു വേള കോടതി തടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണത്തോട് ആ പ്രതി സഹകരിക്കാൻ തുടങ്ങും. പോലീസ് അതനുസരിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകും. അങ്ങനെ പിന്നീട് ആ മുൻകൂർ ജാമ്യം തീർപ്പാക്കി എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നതും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സിദ്ദിഖിന് ഒരു അവസരം കിട്ടി. അതിനു മുൻപ് അറസ്റ്റ് ചെയ്യുവാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല എന്നതാണ് ഈ കേസിന്റെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറിയിരിക്കുന്നത്. ഇനി സിദ്ദിഖിന് ഒളിവിൽ നിന്ന് പുറത്തു വരാം, അന്വേഷണ സംഘവുമായി സഹകരിക്കാം, തുടർന്ന് അവരുടെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകേണ്ടി വരും സിദ്ദിഖ്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ് എന്നുള്ള കാര്യമാകും സുപ്രീം കോടതി ചോദിക്കുക. സിദ്ദിഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. ഇവിടെയും പരാതി എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി. അവിടെ പക്ഷേ സുപ്രീം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ പെൺകുട്ടി തന്നെ പലതവണ ഈ പരാതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ്. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ട് ഒരു കേസെടുക്കുവാനായിട്ട് സർക്കാരോ പോലീസോ തയ്യാറായില്ല എന്ന ചോദ്യവും ഉയർന്നിരുന്നതാണ്. പക്ഷേ എങ്കിലും വാദത്തിന്റെ ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ ഈ കേസിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്നാണ്. മുൻകൂർ ജാമ്യത്തിൽ ഒരു അന്തിമ തീരുമാനം സുപ്രീം കോടതി എടുത്തിട്ടില്ല. ഈ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണനയ്ക്ക് വരും. ആ സമയത്ത്
ഇപ്പോൾ തന്നെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവരവരുടെ നിലപാട് എന്താണ് എന്നറിയാൻ ഇതിൽ ഉടൻ തന്നെ ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ തന്നെയുള്ള ഒരു ഇടക്കാല വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് ഇനിയും തുടരും. അങ്ങനെ സിദ്ദിഖിന് ബലാത്സംഗ കേസിൽ ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. ഒരാഴ്ചയായി സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖ് എവിടെ എന്നറിയില്ല എന്ന് പറയുകയായിരുന്നു പോലീസ് ഇതുവരെ. പക്ഷേ സിദ്ദിഖിനെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പോലീസ് എന്നുള്ള വിമർശനം ഉയരുന്ന സമയത്താണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചതും അഡ്വക്കേറ്റ് മുകുൾ റോത്തഗി വഴി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിച്ചതും. സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് ഇന്ന് ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കേസ് നടത്തിപ്പുമായി മുന്നോട്ട് പോയത്. ഇന്നലെയാണ് സിദ്ദിഖിന്റെ 2 സുഹൃത്തുക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് വലിയ വിവാദമായത്. പക്ഷേ ആ സമയവും സിദ്ദിഖിനെ കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. മറ്റു നടന്മാരുടെ കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേരളത്തിലെ കോടതികൾ തന്നെ തീർപ്പാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയക്കുകയായിരുന്നു. പക്ഷേ സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്.